ഇന്ന് വളരെ ഒരു നല്ല ദിവസമാണ്. വെച്ചാൽ ഇന്ന് ഒരു അപൂർവമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇവിടെ, അതായത് നിങ്ങളെല്ലാവരും സ്റ്റാർ മാജിക് എന്ന് കണ്ടിട്ടുണ്ടോ? സ്റ്റാർ മാജിക് കണ്ടിട്ടുണ്ടോ? അപ്പൊ അതിലെ രണ്ടുപേരും, ഒന്ന് ഡയറക്ടർ, പിന്നെ ബിനീഷ് ബാസ്റ്റിൻ എന്ന് പറഞ്ഞിട്ട് അതിലെ ഒരു ടീമേ എന്ന് പറയുന്ന ഒരാള് പരിചയപ്പെട്ടുള്ള, അത് രണ്ടുപേരും വരുന്നുണ്ട് ഇവിടെ. അവർ ട്രീറ്റ്മെന്റിന് അവിടെ വന്നതാണ്. അപ്പൊ അവർക്ക് ഇവിടുത്തെ കുട്ടികളെ നിങ്ങളെ പാരന്റ്സിനെയും കാണുന്നു പറഞ്ഞു. അതിനോടൊപ്പം വേറൊരു സന്തോഷമുള്ള കാര്യം എന്ന് വെച്ചാല്, എൻ്റെ വളരെ പഴയ ഒരു ഫ്രണ്ടും ഒരുപാട് വലിയൊരു കലാകാരനും അതിനോടൊപ്പം ഒരു മീഡിയയുടെ ചെയർമാനും കൂടിയാണ്. അദ്ദേഹം ഇന്ന് ഇവിടെ വന്നിട്ടുണ്ട്. അച്ചി വർക്കില എന്ന് പറയും. അപ്പൊ അദ്ദേഹത്തിന് നമുക്ക് ഇന്ന് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇന്ന് വന്ന അത് നമുക്കറിയാം, ഓരോ ബാച്ച് ആയിട്ട് നമ്മളൊരു 3 ദിവസത്തെ കുട്ടികളുടെ ബാച്ചുകളാണ് ഇവിടെ വരുന്നത്. കാരണം കുട്ടികൾക്ക് നമുക്ക് ട്രീറ്റ്മെന്റ് കൂടുതൽ ദിവസം കൊടുക്കാൻ പറ്റില്ല, ഓരോ മാസം ചെയ്ത് കൊടുക്കാണ്. പക്ഷെ അതിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാല്, നേരത്തെ ട്രീറ്റ്മെന്റ് നമ്മളിവിടെ തെറാപ്പി ചെയ്തുകൊണ്ടിരുന്നപ്പോ വന്നവര് ഇവിടെ നിന്ന് പോവാതെ ഇങ്ങനെ ലോങ് ആയിട്ട് നിൽക്കുകയായിരുന്നു. അപ്പൊ നമുക്ക് അന്ന് കുറെ പേർക്ക് അവസരം കിട്ടാണ്ടാവുന്നു. വന്നവർക്കാണെങ്കിൽ കുറെ നാൾ നിൽക്കുന്നു. പക്ഷെ പലരും ഇവിടെ വന്നിട്ട്, കാരണം ഇവിടെ ഒരു മനോജ് എന്ന് പറഞ്ഞിട്ട് നമുക്കറിയാം, ഈ സീരിയൽ നടൻ മനോജ്, അദ്ദേഹത്തിന്റെ ബെൽസ് പാൾസി വന്നിട്ട് ഇവിടെ മാറിയപ്പോ അദ്ദേഹം ഒരു വീഡിയോ എന്നെ പറ്റിയിട്ടു. അപ്പൊ ആ വീഡിയോയില് വീഡിയോ എനിക്ക് ഇടാൻ ശരിക്കും പറഞ്ഞ യൂട്യൂബിലൊന്നും വരാൻ ഇഷ്ടമില്ലാത്ത ഒരാളായിരുന്നു. പക്ഷെ അദ്ദേഹം നിർബന്ധിച്ച് ചെയ്തപ്പോ ഇട്ടു. അതില് ആ സമയത്ത് അദ്ദേഹം ഇവിടെ വീഡിയോ എടുക്കുന്ന സമയത്ത് ഒരു കുട്ടി വന്ന് 2 ദിവസം കൊണ്ട് നടന്നൊരു വീഡിയോ ഇട്ടു. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ 2 ദിവസം കൊണ്ട് കുട്ടികൾ നടക്കുന്നുള്ള പ്രതീക്ഷയിലാണ് പിന്നെ എല്ലാവരും വരുന്നത്. അപ്പൊ എനിക്കുള്ള പ്രശ്നം നയിച്ച് ഇവിടെ വന്നു 2 ദിവസം 2 മാസമൊക്കെ ആയി കഴിയുമ്പോഴേക്കും പിന്നെ എല്ലാവരും എന്റെ ശത്രുക്കളായി മാറണം. കാരണം എന്റെ കുട്ടി നടന്നില്ല എന്നുള്ള ഒരു പേരില് ശത്രുക്കളാവാണ്. പിന്നെ ലക്ഷങ്ങൾ പോയി അങ്ങനെ പോയി എന്നൊക്കെ പറഞ്ഞുള്ള പേരുദോഷമാണ് എനിക്ക് കേട്ടോണ്ടിരുന്നത്. പക്ഷെ ഞാൻ നോക്കുമ്പോ നമ്മളുടെ ഈ കുട്ടികളെ സംബന്ധിച്ച് പറയണമെങ്കിൽ, ഇവരുടെ 2-3 ദിവസം ഒരു മാസം ചെയ്തിട്ട് വിടുന്ന കുട്ടികൾക്കാണ് ഏറ്റവും റിസൾട്ട് കാണുന്നത്. കാരണം എന്താ വെച്ചാല്, ഈ കുട്ടികളുടെ നെർവുകളുടെ ഫ്ലോ നമ്മൾ കറക്റ്റ് ചെയ്യുമ്പോൾ അവരോരോ ഭാഗങ്ങൾ ക്ലിയറായി വരുമ്പോൾ ഒരു സ്ലോയിലായാലും ഒരു ലോങ് ടൈമിലേക്ക് നോക്കുമ്പോൾ ഏറ്റവും റിസൾട്ട് അതാണ് കിട്ടുന്നത്. അപ്പൊ ഞാൻ ആദ്യമായിട്ട് ചോദിക്കുന്നതെന്ന് വെച്ചാല്, ഇവിടെ തെറാപ്പിക്ക് വന്നിട്ട് റിസൾട്ട് കിട്ടാത്ത ആരൊക്കെയുണ്ട്? എനിക്ക് ആദ്യം അറിയേണ്ടത് അതാണ്. ഇവിടെ തെറാപ്പിക്ക് വന്നിട്ട് റിസൾട്ട് കിട്ടാത്ത കുട്ടികൾ ആരൊക്കെയുണ്ട്? നിങ്ങൾ ഓപ്പണായിട്ട് കൈകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് അങ്ങനെ മടിയൊന്നും വേണ്ട. റിസൾട്ട് ഇല്ലെങ്കിൽ ഇല്ലാന്ന് തന്നെ പറയണം. ഓക്കെ, റിസൾട്ട് കിട്ടിയിട്ടുള്ള ആരൊക്കെയുണ്ട്? ഭൂരിഭാഗം പേർക്ക് റിസൾട്ട് ഉണ്ട് അല്ലേ? വന്നിട്ട് എന്തെങ്കിലുമൊക്കെ റിസൾട്ട് ഉണ്ട്. കാരണം എന്താ വെച്ചാൽ നമുക്കറിയാം, ഇവിടെ നമ്മളെ ഇങ്ങനെയുള്ള കുട്ടികള് എല്ലാവിടെയും പോയിട്ട് ഒരുപാട് ഹോസ്പിറ്റലും അല്ലെങ്കിൽ പല തെറാപ്പികൾക്ക് പോയിട്ട് അവിടെ ഒന്നും നമുക്ക് കാര്യമായിട്ട് മാറ്റില്ല എന്ന് പറഞ്ഞവരാണ് എൻ്റെ അടുത്ത് ഭൂരിഭാഗം വരുന്നത്. ആ വന്നിട്ടുള്ള ഭൂരിഭാഗം പേർക്കും എന്തെങ്കിലും റിസൾട്ട് ഉണ്ടെങ്കിൽ അത് വലിയൊരു കാര്യമല്ലേ? ആണല്ലേ? വലിയ കാര്യമാണ് അല്ലേ? പക്ഷെ നമ്മളെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ പ്രോബ്ലം എന്ന് വെച്ചാൽ, ഇന്നിപ്പോ ഒരുപാട് സോഷ്യൽ മീഡിയയിലേക്ക് നമുക്കെതിരെ കാണാം. ഒരുപാട് പേരിപ്പോ പല രീതിയിലും നെഗറ്റീവ്സൊക്കെ കാണാം. അത് എന്താ വെച്ചാല്, ഞാൻ എന്റെ കാരണങ്ങളൊന്നും പറയുന്നില്ല. അത് പലരും പല രീതിയിലാണ്. അപ്പൊ നിങ്ങൾക്ക് ഞാൻ എപ്പോഴും പറയുന്ന വെച്ചാൽ, വിശ്വാസമുള്ളവരും താല്പര്യമുള്ളവരും മാത്രമേ ഇവിടെ തെറാപ്പിക്ക് വരാവൂ. വിശ്വാസം ഇല്ലാതെ നമ്മള് മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടി ഒരു ട്രീറ്റ്മെന്റ് ചെയ്യുന്നു എന്ന രീതിയിലൂടെ ആരും വരരുത് ദയവായി. കാരണം എന്ന് വെച്ചാൽ അങ്ങനെ വന്നിട്ട് യാതൊരു ഫലം കിട്ടില്ല. നമ്മള് ഇവിടെ വിശ്വാസം എന്ന് പറയുന്നത്, നിങ്ങൾ വിശ്വസിക്കേണ്ട ആരെയാണ് വിശ്വസിക്കേണ്ടത്? എന്നെ അല്ല, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ദൈവത്തിനോട് വിശ്വാസം കാണിക്കുക. നിങ്ങൾ ഇവിടെ വരുമ്പോ ഞാൻ തെറാപ്പി ചെയ്യുമ്പോ നിങ്ങളുടെ ആ ഗോഡ് ബ്ലെസ് ചെയ്തിട്ട് എന്റെ കൈകൾ ചലിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ കുട്ടികൾക്ക് രോഗം മാറി വരുന്നതായിട്ട് കണ്ടുകൊണ്ടിരിക്കുക. അപ്പൊ നിങ്ങളുടെ കുട്ടികൾക്ക് മാറ്റം വരും. അല്ലാതെ ഇപ്പൊ പലരും പറഞ്ഞു കേട്ടിട്ട് നോക്കാം, കിട്ടി പോയാ പോയി എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നിട്ട് തെറാപ്പിക്ക് ഒരു ഫലം കിട്ടില്ല. നിങ്ങളെ വിശ്വാസം ഉണ്ടാവണം, വിശ്വാസം. അത് നിങ്ങളിൽ വിശ്വസിച്ചാൽ മതി, നിങ്ങളുടെ പ്രാർത്ഥിക്കുന്ന ദൈവത്തിൽ വിശ്വസിച്ചാൽ മതി. കാരണം എന്റെ കൈകൾ എന്ന് പറഞ്ഞാല് അത് എങ്ങനെയോ ആ സമയത്ത് ചലിച്ച് കിട്ടുന്നതാണ്. നമുക്കറിയാം, നമ്മളിവിടെ ഓരോ കുട്ടികളുടെ പ്രശ്നം എന്ന് പറഞ്ഞാല് എന്താണ്,
എല്ലാ മിക്കവാറും കുട്ടികളുടെ പ്രോബ്ലം എന്ന് പറയുന്നത് ബ്രെയിനാണ് അല്ലെ. നമ്മളെ പഠിപ്പിച്ചത് ബ്രെയിനാണ് അല്ലെ. ബ്രെയിൻ ഡാമേജ് എന്നൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത്. പക്ഷെ ഞാൻ കണ്ടെടുത്തോളം ഭൂരിഭാഗം കുട്ടികളുടെയും ഓൺ ദ ബ്രെയിൻ എന്ന് പറഞ്ഞ നെർവുകള് ഓൺ ദ വേല എവിടേക്കോ ബ്ലോക്ക് വന്നിട്ട്. ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ എങ്ങനെയൊക്കെ ബ്ലോക്ക് വരാം? നമ്മുടെ ശരീരം എന്ന് പറഞ്ഞാൽ 206 എല്ലുകളാണ് അല്ലെ. 206 എല്ലുകളുടെ ഓരോ എല്ലിലും കൂടുതലൊക്കെ ജോയിന്റുകൾ ഉണ്ട് അല്ലെ. ഈ ജോയിന്റുകളിൽ ഫ്ലൂയിഡ് ഉണ്ട്. ഈ ഫ്ലൂയിഡ് കുറഞ്ഞാൽ അവിടെ ഗ്യാപ്പ് വരും. ഈ ഗ്യാപ്പിലേക്ക് പോയ നെർവ് കുടുങ്ങിയാല് നമ്മളെ കൈ ഇങ്ങനെ നമ്മൾ പലരും ഫാദർ തന്നെ വന്നു കൈ പൊക്കാൻ ബുദ്ധിമുട്ട് പറഞ്ഞു അല്ലെ. അവിടെ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ ഈ ജോയിന്റുകളില് ഫ്ലൂയിഡ് കുറഞ്ഞിട്ട് ആ ഗ്യാപ്പിന്റെ ഉള്ളില് നെർവ് കംപ്രസ് ആയി എടുക്കായിരുന്നു. ആ നെർവിനെ കൈ പൊക്കുമ്പോ ആ 2 എല്ലിന്റെ ഇടയിൽ കിടന്ന നെർവ് പ്ലസ് ആകുമ്പോ എന്തുണ്ടാവും? വേദന വരുമ്പോ കൈ പൊന്തില്ല. അതുപോലെ നമ്മുടെ കുട്ടികളുടെ കാര്യങ്ങള് ഭൂരിഭാഗം കുട്ടികളുടെയും കാൽപാദത്തിന്റെ ഉള്ളിൽ നെർവ് കംപ്രഷനാണ് കണ്ടുവരുന്നത്. ആ ഹൃദയം മോളുടെ തന്നെ നോക്കും, കാല് വളഞ്ഞിരിക്കുന്നു. ഇവളുടെ ശരിക്കും ബ്രെയിനിലല്ലായിരുന്നു പ്രോബ്ലം, കാലില് പാദത്തിലുള്ള നെർവ് കംപ്രഷൻ കാണാണ്ട് ആ കാല് വളഞ്ഞു പോയി അത് സ്പൈനൽ കംപ്രഷൻ അല്ലെങ്കിൽ സ്പൈനൽ ഇവിടുന്ന് വരെ മോള് വരെ വലിച്ചിൽ വന്നിട്ട് അവള് ബോഡി പെയിൻ അനുസരിച്ച് വളഞ്ഞു പോയതാണ്. ഇത് നമ്മള് മെഡിക്കൽ സയൻസിൽ കാണാണ്ട് നമ്മളെല്ലാം കൊണ്ട് ബ്രെയിനിലേക്ക് ഫോക്കസ് ചെയ്തപ്പോഴാണ് ഈ കുട്ടികളൊക്കെ ഇങ്ങനെയായി മാറിയത്. ഞാനിതിപ്പോ ഓപ്പൺ ആയിട്ട് പറയാം, കാരണം എനിക്ക് ഒരുപാട് എതിർപ്പുകൾ ഉണ്ടെങ്കിലും എനിക്കിത് തെളിയിക്കേണ്ട ഒരു സയൻസ് ആയിട്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതിന് നിങ്ങളുടെ സപ്പോർട്ട് വേണം വേണ്ടേ? ഇനിയൊക്കെ ഒരു തലമുറ നമുക്ക് നശിക്കാണ്ടിരിക്കണ്ടേ വേണ്ടേ? കാരണം നമ്മൾ ഒരുപാട് തലമുറ നശിച്ചു പോകുന്ന ഒരു കാര്യത്തില്, നിസ്സാര ഒരു കാര്യത്തിന് കുട്ടികളുടെ ജീവിതം പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ അറിഞ്ഞൊരു സത്യം നമ്മൾ തെളിയിക്കേണ്ടതില്ലേ? അതിനുവേണ്ടി ഞാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ നല്ല എന്തുണ്ടാവും? എതിർപ്പുണ്ടാവും. കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള കുട്ടികളെ ഒരു ജീവിതമാർഗമായിട്ട് മാറുന്ന ഒരുപാട് പേരുണ്ടാവും. അവര് നമ്മുടെ ശത്രുക്കളായി മാറും. പക്ഷെ അത് ഞാൻ നോക്കുന്നില്ല. കാരണം എന്ന് വെച്ചാല് എനിക്കിത് തെളിയിക്കണം. ഇത് തെളിയിച്ചാൽ എന്റെ ആവശ്യത്തിനല്ല. എനിക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, മിണ്ടാതിരുന്നാൽ ആരുടെ ശത്രുതന്നില്ലാണ്ട് നമുക്ക് ജീവിക്കാം. പക്ഷെ ഇങ്ങനെ ഒരു കാര്യം ഞാൻ കണ്ടെത്തിയ കാര്യം നാളെ ലോകത്തിനെ അറിയിച്ചില്ലെങ്കിൽ അതൊരു മനസ്സാക്ഷി കുത്തല്ലേ. അതിനുവേണ്ടി ഞാൻ പരിശ്രമിക്കുന്നുണ്ട്. അതിന് നിങ്ങളുടെ എല്ലാ സഹകരണം എനിക്ക് ഉണ്ടാവണമെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇവിടെ നമ്മുടെ അജി വർക്കല സാർ, അദ്ദേഹം 2 വാക്ക് നിങ്ങളോട് സംസാരിക്കും. അതിനോടൊപ്പം ഇവിടെ നമ്മുടെ ഒരു സ്റ്റാർ മാജിക്കിൽ അവർ വന്നുകൊണ്ടിരിക്കുകയാണ്. അവരൊക്കെ നിങ്ങൾക്ക് കാണാനും അവരും കൂടെ ആയിട്ട്. കാരണം നമ്മളെ പാരന്റ്സിനെ സംബന്ധിച്ച് ഇവിടെ ഏറ്റവും കഷ്ടപ്പാട് അനുഭവിക്കുന്ന ഒരു വിഭാഗം ആരാന്ന് ചോദിച്ചാല് ഞാൻ പറയുകയാണെങ്കിൽ ഇങ്ങനത്തെ കുട്ടികളുടെ അമ്മമാരും അച്ഛന്മാരും ആണെന്ന് ഞാൻ പറയുള്ളൂ. അല്ലേ? കാരണം എന്താ? ഒറ്റ മോളുള്ളൂ അല്ലെ, ഒരു മോളുള്ളൂ. ആ പാരന്റ്സിന്റെ മുന്നില് നാളെ ചിന്ത, എന്റെ കാലശേഷം ഈ കുട്ടിയുടെ അവസ്ഥ എന്തായിരിക്കും എന്നാണ് അല്ലെ. ഒന്നാമത്തെ ഏറ്റവും വലിയ ചിന്ത അതല്ലേ. രണ്ടാമത്തെ കാര്യം, കുട്ടി വലുതാവും തോറും കുട്ടീനെ എടുത്തു പോക്കാൻ പറ്റാത്ത നടുവേദനയുള്ള പാരന്റ്സാ ഭൂരിഭാഗം അല്ലെ. അപ്പൊ നമ്മൾ ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാവണമെങ്കിൽ ഞാൻ കണ്ടെത്തിയ കാര്യം ലോകം നാളെ അറിഞ്ഞു തെളിഞ്ഞാൽ ഇത് ഈസിയാണ്. കാരണം ആയിരക്കണക്കിന് കുട്ടികളെ ഈസി ആയിട്ട് രക്ഷപ്പെടുത്താം. എന്റെ കൈ കൊണ്ടല്ല, ഇവിടുത്തെ ഡോക്ടേഴ്സിനെ കൊണ്ട് ശരിയാക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഈ കാൽപാദത്തിലുള്ള നെർവ് കണ്ടെത്താവുന്ന ഒരു ഉപകരണം കണ്ടാൽ, ഇപ്പൊ ഓൾറെഡി ഉള്ള സ്കാനിങ്ങിലൊന്നും കാണുന്നില്ല. പക്ഷെ ഏതെങ്കിലും ഒരു ഉപകരണം കണ്ടെത്തിയാൽ ആ കണ്ടെത്തിയാൽ പിന്നെ ഈസിയായി. കാരണം അത് അവിടെ നിന്ന് വലിച്ച ആ നെർവിനെ പുറത്തേക്ക് ചാടിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ എല്ലാ ഡോക്ടേഴ്സിനും അത് ഈസി ആവും. പക്ഷെ ഞാൻ പറയുന്നതിൽ സത്യം ഉണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അത് തെളിയിക്കാൻ ഇത്തിരി പാടാണ്. കാരണം അത് അംഗീകരിക്കാൻ ഇവിടെ അംഗീകരിച്ച് കിട്ടാൻ പാടാണ്. പക്ഷെ അതിന് നമ്മൾ പരിശ്രമിക്കണം. എല്ലാവരും കൂടി നമ്മളൊന്ന് പരിശ്രമിക്കണം. അപ്പോ എന്തായാലും ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഇന്ന് ഇവിടെ വന്നെത്തിയിട്ടുള്ള അജി വർക്കല സാറിന് 2 വാക്ക് സംസാരിക്കാൻ ആദ്യമായിട്ട് വിളിക്കുകയാണ്. അതിനോടൊപ്പം ബിനീഷ് സാറിനോട് വരും. അവരും 2 പേരുണ്ട്. അവരുടെയും നിങ്ങൾക്ക് പ്രോഗ്രാമും നിങ്ങൾക്ക് ഒന്ന് ഷെയർ ചെയ്യാം. കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇടയ്ക്ക് നിങ്ങളുടെ മനസ്സിലെ ഭാരമൊക്കെ ഇങ്ങോട്ട് ഇറക്കി വെക്കുക. മനസ്സിലായോ? എല്ലാവരും മനസ്സിൽ ഒരുപാട് ഭാരം കൊണ്ട് നടക്കാം. അതൊന്ന് ഇറക്കി ഇങ്ങനെയുള്ള ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള ഗ്യാതറിങ്ങിലൂടെയും ഇവരുടെയൊക്കെയുള്ള ആ ഇതിലൂടെ നിങ്ങളെ ഇറക്കി വെച്ച് മനസ്സൊന്ന് സന്തോഷിക്കുക. ഓക്കെ. അപ്പോ ഞാൻ അജി വർക്കല സാറിനെ, അദ്ദേഹം കഴിഞ്ഞ ദിവസം ചെറിയൊരു ആക്സിഡന്റിലേക്ക് പറ്റിയിരിക്കുകയാണ്. എന്നാലും ഒരു കൈ ഞാൻ പിടിച്ചേർന്ന് വരോ? ആള് 2 വാക്ക് സംസാരിക്കുന്നതായിരിക്കും. ഓക്കെ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ പോലെ കൈ ഇങ്ങനെ
കിട്ടുമ്പോൾ ഒരു വേദന. തീർച്ചയായിട്ടും ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ, ഞാനൊരു 20 വർഷമായി ഡോക്ടറെ പരിചയപ്പെട്ടിട്ട്. അപ്പോൾ അന്ന് മുതൽ ഇന്ന് വരെ ആ സൗഹൃദം കൊണ്ടുപോവാണ്. ഡോക്ടർ എന്റെ സുഹൃത്തായിട്ട് മാത്രമല്ല, ഞാൻ ഈ പറഞ്ഞത് പ്രത്യേകിച്ച് മീഡിയ എന്ന് പറയുമ്പോൾ ഇല്ലാത്ത ചില സൃഷ്ടിക്കുന്ന മീഡിയക്കാരുണ്ടാവും, സത്യത്തെ പറയുന്ന മീഡിയ ഉണ്ടാവും. സുനിലോട്ടൻ വലിയൊരു മീഡിയ പേഴ്സണാണ്, അദ്ദേഹം ഒരു കലാകാരനും കൂടിയാണ്, വർഷങ്ങളായിട്ട് പരിചയമുള്ള ഒരാളാണ്. അപ്പോ അദ്ദേഹത്തിന് ഇഷ്ടം എന്ന് പറയുന്നത്, എന്നെ ഇഷ്ടം എന്ന് പറയുന്നത് നമ്മൾ സത്യം മാത്രം പറയുന്ന മീഡിയക്കാരാണ്. ഇല്ലാത്തവരുണ്ടെന്ന് ഞാൻ പറയുന്നില്ല, ഉണ്ടാവായിരിക്കാം. പക്ഷെ മീഡിയക്ക് എന്താ വേണ്ടേ? ഒരാളെ കുറ്റം പറഞ്ഞാൽ ആൾക്കാർക്കാണ് അല്ലേ, സന്തോഷം പറഞ്ഞാലോ അതൊന്നും അങ്ങനെയല്ല. അച്ഛാ നമസ്കാരം. അപ്പോ ഞാന് വലിയൊരു മീഡിയയിലായിരുന്നു. അവിടെ സത്യം പറഞ്ഞതിന്റെ പേരിൽ എന്റെ വീട്ടിൽ ജോലിക്കുണ്ടായിരുന്ന പയ്യനെ കൊണ്ട് എന്റെ കൈ തല്ലി ഒടിപ്പിച്ചു. ഇപ്പോഴല്ല, ഒരു 10-25 വർഷം മുമ്പാണ്. അതായത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മണിച്ചൻ ദുരന്തം, മധ്യ ദുരന്തമൊക്കെ. അത് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഞാനാണ്. അപ്പൊ ആ ചാനലില് അവർ വിളിച്ച് സ്വാധീനിച്ചു. ഞാൻ പറഞ്ഞു ഒരിക്കലും നടക്കില്ല, എന്റെ വാർത്ത ഇന്ന് 9 മണിക്ക് ന്യൂസിൽ വരണം. അപ്പൊ അവര് അത് സമ്മതിച്ചില്ല. അപ്പൊ ഞാൻ എനിക്ക് പൈസയൊക്കെ അവര് വാഗ്ദാനം ചെയ്തു. പക്ഷെ വാർത്ത പുറത്തു വന്നു. ഞാൻ ആരും കാണാതെ അവര് കേട്ടുന്ന മദ്യവും കവറ് ചാരയൊക്കെ ഉള്ള സമയം. അപ്പൊ അതൊക്കെ ഞാൻ എടുക്കുന്നതെല്ലാം, ഷൂട്ട് ചെയ്യുന്നതെല്ലാം ഞാൻ എന്റെ ശിഷ്യനെ കൊടുത്ത് സ്റ്റുഡിയോ വിടുവായിരുന്നു. പോലീസൊക്കെ സൈഡായിരുന്നു. ആ പോലീസ് എന്റെ ക്യാമറ പിടിച്ചു മേടിച്ചു. പക്ഷെ ഞാൻ ടെലികാസ്റ്റ് ചെയ്തു, അത് കഴിച്ചു. അപ്പൊ വലിയൊരു രാഷ്ട്രീയ നേതാവ്, പേരൊന്നും പറയുന്നില്ല, അദ്ദേഹത്തിന്റെ ഓഫീസിൽ വെച്ചാണ് ഈ മധ്യരാജാവിന് വേണ്ടി കോംപ്രമൈസ്. പക്ഷെ അവിടെ പെട്ടുപോയത് എന്നെ പോലെ റിപ്പോർട്ടറാണ്, മീഡിയക്കാരനാണ്. അവര് എന്നെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷെ ജീവൻ ഇപ്പോഴും ഉണ്ട്. അപ്പൊ അത് എത്രമാത്രം സത്യം ഉണ്ടെന്ന് നേരത്തെ ഡോക്ടർ പറഞ്ഞു. ഡോക്ടറെ കുറിച്ച് ഇല്ലാത്തത് പറയുന്നു. ഇല്ലാത്തത് പറയുന്നത് എന്തുകൊണ്ടാണ്? കായ്ക്കുന്ന മരത്തിലെ കായ്ക്കുന്ന മരത്തിലെ കല്ലെറിയുള്ളൂ. അതുപോലെ ഡോക്ടറിൽ എന്തോ സത്യമുണ്ട്. ആ സത്യത്തെ മൂടി വയ്ക്കാൻ പറ്റുമോ? ഡോക്ടർ എത്രയോ കുഞ്ഞുങ്ങൾക്ക് ഇത്തരത്തിൽ വരുന്നത്, ഞാൻ ഓരോ ദിവസവും മിക്കവാറും ഡോക്ടറെ കിട്ടാറില്ല, തിരക്കാണ്. കിട്ടുന്ന ദിവസമൊക്കെ ഞങ്ങൾ സംസാരിക്കാറുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത്, മീഡിയ എപ്പോഴും സത്യം പറയണമെന്നില്ല, ഞാൻ എപ്പോഴും പറഞ്ഞു. പക്ഷേ സത്യത്തിൽ നിൽക്കുമ്പോൾ ഒരുപാട് ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വരും. അപ്പോ അതുകൊണ്ടൊന്നും ഞാൻ തോറ്റുപോയില്ല. വീണ്ടും എന്റെ വൈഫ് പറഞ്ഞു, ഇനി മീഡിയ പോണ്ട, നിങ്ങൾ വേറെ ഏതെങ്കിലും മേഖല. അപ്പൊ ഞാൻ പഠിച്ച ഫോട്ടോഗ്രാഫിയാണ്, സ്റ്റുഡിയോ ഉണ്ട്. പക്ഷെ അതിലേക്ക് നിന്നില്ല. എന്റെ ലക്ഷ്യം സിനിമയാണ്, മീഡിയ ആണ്. അതിലേക്ക് ഇപ്പോഴും പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഒരു 20 വർഷമായിട്ട് ഒരു ചാനലിലായിരുന്നു, അത് ഞാൻ ഇപ്പൊ റിസൈൻ ചെയ്തു. അടുത്തൊരു ചാനൽ ചീഫ് എഡിറ്ററായിട്ട് ജോയിൻ ചെയ്തു. എന്നിട്ട് ഇപ്പൊ ഈ കഴിഞ്ഞ ഒരു മാസമായി ഒരു ഓണ പ്രോഗ്രാമിൽ വെച്ചിട്ട് ആക്സിഡന്റ് ആയി. ഇപ്പൊ ഒരു സിനിമ ചെയ്യുന്നുണ്ട്, അതൊരു നടന്റെ ഡയറക്ടറിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. അപ്പൊ ഇപ്പോഴത്തെ സിനിമയുടെ കാര്യമൊക്കെ അറിയാമല്ലോ. വൈഫ് പറഞ്ഞ് ഹേമ കമ്മീഷനിൽ പെടരുത്, അതുകൊണ്ട് സർക്കാരം നിർത്തിക്കും. 10-30 ലക്ഷം രൂപ ഇറങ്ങിയിട്ടുണ്ട്. ചിത്രചേച്ചിയുടെ പാട്ടൊക്കെ ചെയ്തു. വലിയ സ്വപ്നാണ് എന്റെ സിനിമ. അപ്പൊ നിങ്ങൾ ചാനലിൽ തന്നെ നിന്നാൽ മതി. അതും വിവാദം ഒന്നും ഉണ്ടാക്കുന്ന ചാനൽ നിർത്താൻ വേണ്ടി എന്നെ കൊണ്ടുവന്നതാണ്. പക്ഷെ ഞാൻ വിവാദം ഉണ്ടാക്കില്ല, സത്യം എവിടെ കണ്ടാലും വിളിച്ചു പറയും. അതിനൊന്നും എനിക്ക് മടിയില്ല. കാര്യം പീരൂനെ പോലെ ജീവിക്കുന്നതിനെക്കാട്ടി മരിക്കുന്നതല്ല നല്ലത്, അല്ലേ? അപ്പോ തീർച്ചയായിട്ടും ഈ ഡോക്ടർ പറഞ്ഞ പോലെ കല്ലെറിയുന്നവരെ എറിയട്ടെ. യേശുക്രിസ്തു എന്താ അച്ഛാ പറഞ്ഞത്? പാപിനിയ സ്ത്രീ കല്ലെറിഞ്ഞപ്പോ ഈശോ പറഞ്ഞു, നിങ്ങളിൽ പാപം ചെയ്യാത്തവര് കല്ലെറി എന്ന്, അല്ലേ? അപ്പം ആരാണ് വിശുദ്ധരായിട്ടുള്ളത്? അപ്പൊ നമ്മളിൽ നന്മ കണ്ടെത്താൻ ശ്രമിക്കുമ്പോ അതില് തിന്മയായിട്ട് ഒത്തിരി ഉണ്ട്. നായകനുണ്ടെങ്കിലേ വില്ലനുള്ളൂ. സുല്ലാട്ടൊക്കെ ഒരുപാട് നായക കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. വില്ലനായിട്ടേ കണ്ടിട്ടില്ല. അപ്പൊ നായകനുണ്ടെങ്കിലേ വില്ലനുള്ളൂ. അപ്പൊ എല്ലാവരുടെ മനസ്സിലും ഹീറോ തന്നെയാണ്. നമ്മൾ രാവിലെ കണ്ണാടി നോക്കുമ്പോ ഞാൻ മമ്മൂട്ടി അല്ലെങ്കിൽ മോഹൻലാൽ എന്നൊക്കെ നമുക്ക് തോന്നും. എങ്കിലേ നമുക്ക് മറ്റുള്ളവരെ മുഖത്ത് നോക്കാൻ പറ്റൂ. എന്റെ മുഖം വികൃതമാണ് എന്ന് ഞാൻ കരുതിയ എനിക്ക് മറ്റുള്ളവരെ മുഖത്ത് നോക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പോ നമ്മൾ തന്നെ മോഹൻലാൽ നായകന്മാര്, നമ്മൾ തന്നെ നായികമാര്, ഇത് തന്നെയാണ്. നമുക്ക് കുറവുണ്ട്. കുറവില്ലാതെ ഈ ഭൂമിയിൽ ഒരു ദൈവവും ഒരാളെയും സൃഷ്ടിച്ചിട്ടില്ല. എല്ലാവർക്കും കുറവുണ്ട്. പക്ഷെ എനിക്ക് ഈ കൈ ഇങ്ങനെ 20 വർഷം മുമ്പ് വരുമ്പോൾ തന്നെ വീണ്ടും 2 ആക്സിഡന്റ് ആണ്.
അത് അടിയിട്ടതല്ല, അത് പരിക്കേറ്റുണ്ട്. പിന്നെ ഇപ്പൊ ഉണ്ടായത് ഒരു ഓണ പ്രോഗ്രാമില് ഒരു കലാകാരൻ മണിച്ചേട്ടന്റെ ഡൂപ്പ് ചെയ്യുന്ന നമ്മുടെ രഞ്ജു ചാലക്കുടി, നിങ്ങളെല്ലാം ടി വി കാണുന്നതാണ്. അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു എന്റെ കയ്യിൽ കപ്പി ഇട്ടായിരുന്നു. അദ്ദേഹം മണിച്ചേട്ടന്റെ പാട്ടൊക്കെ പാടി വളരെ സന്തോഷത്തോടെ കൈ പിടിച്ച് പൊക്കിയതാണ്. പക്ഷെ കപ്പി അടച്ചതാണെന്ന് അറിയില്ലായിരുന്നു. അങ്ങനെ ഒടിഞ്ഞതാണ്. അപ്പൊ എനിക്ക് ഒരു 2 മാസം, 1 മാസമായി, ഇനി 1 മാസം കൂടെ വീട്ടിലിരിക്കണം. എങ്കിലും ഡോക്ടറെ ഇതൊരു സംഭവം പറഞ്ഞപ്പോ എനിക്ക് വീട്ടിലിരിക്കാൻ തോന്നിയില്ല സത്യം. കാരണം സത്യം എപ്പോഴും വെളിച്ചമല്ല. ഇരുട്ട് നമുക്ക് എല്ലാവർക്കും ദുഃഖം തന്നെയാണ്. അപ്പോ നമ്മുടെ ദുഃഖങ്ങൾ നേരത്തെ പറഞ്ഞു, ഡോക്ടർ പറഞ്ഞു, ഡോക്ടർ ഞാൻ എപ്പോഴും കണ്ടിട്ടുള്ളത് ഈ ചിരിച്ച മുഖമാണ്. അപ്പൊ മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കുമ്പോഴേ ചിരിക്കാൻ പറ്റും. കാപട്യമുള്ള മുഖത്ത് നമുക്ക് ഒരിക്കലും സന്തോഷം കൊണ്ടുവരാൻ പറ്റില്ല. അതിൽ ഏറ്റവും വലുത്, ഞാൻ ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രോഗ്രാം ചെയ്തു. എന്നുവെച്ചാൽ വളരെ സന്തോഷമായിരുന്നു. കാരണം ആ അമ്മമാരും അപ്പന്മാരും വിഷമിക്കുന്ന വേദന വളരെ വലുതാണ്. അപ്പൊ ഇപ്പൊ ഡോക്ടർ പറഞ്ഞതും അത് തന്നെയാണ്. ഇത്തരത്തിൽ നമ്മുടെ കുടുംബത്തിലൊരു കുട്ടിയുള്ളത് ദൈവമാണ്. നമ്മുടെ വീട്ടിൽ ദൈവം പിറന്നു. അവർക്ക് കിട്ടുന്ന ദുഃഖത്തിന് അതെല്ലാം അവർ സഹനം സന്തോഷമാക്കി മാറ്റും. കാരണം അങ്ങനെ ദൈവം നമ്മുടെ വീട്ടിൽ പറക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവുക. അതിനോടൊപ്പം ദുഃഖങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ദുഃഖമില്ലാത്ത ഒരു കുടുംബവും ഉണ്ടാവില്ലെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഹലോ, വരൂ, നമ്മുടെ ഗസ്റ്റുകൾ എത്തിയിട്ടുണ്ട്. വരൂ. സ്റ്റാർ മാജിക്കിലെ ഡയറക്ടറാണ് അനു. ടീമേന്ന് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടോ അല്ലേ? ഇത് രണ്ടുപേരും ഇന്ന് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇനി അധികം ഞാൻ പ്രസംഗിക്കുന്നില്ല, ഇവരെ പ്രസംഗം കേൾക്കാണ്ടിരിക്കട്ടെ. അപ്പൊ തീർച്ചയായിട്ടും ഇത് വലിയൊരു, ഇവിടെ എത്തിച്ചേരാൻ പറ്റിയത് ദൈവത്തിന്റെ വലിയ അനുഗ്രഹമായിട്ട് നിങ്ങൾ കാണണം. അപ്പൊ ഡോക്ടറെ കുറിച്ച് ഞാൻ പറഞ്ഞു. പല പല ആർട്ടിസ്റ്റുകളും പല പല ആൾക്കാരും ഇവിടെ വന്ന് പോയി. ഒരുപാട് പേര് സുഖം പ്രാപിച്ചു പോയി. ഞാൻ ഇടയ്ക്ക് ഒരു മാസത്തിലൊക്കെ ചിലപ്പോൾ ഷൂട്ടിങ്ങിന്റെ തിരക്കും ഇതൊക്കെ കഴിഞ്ഞ് ചിലപ്പോൾ നിൽക്കേണ്ടി വരും കുറേ സമയം. ഇപ്പൊ ഡയറക്ടർ താല്പര്യപ്പെട്ട് ചോദിച്ചാൽ മതി, എന്തൊക്കെ അറിയാം. ചിലപ്പോൾ ഔട്ട്ഡോർ ഷൂട്ടിംഗ് ഒക്കെ ആണെങ്കിൽ നിൽക്കേണ്ടി വരും, ഡയറക്ടറെ സംബന്ധിച്ച് ഓടി നിൽക്കേണ്ടി വരും. അങ്ങനെയൊക്കെ പെയിൻ വരുമ്പോൾ ഞാൻ ഡോക്ടറെ അടുത്ത് വരാറുണ്ട്. അപ്പോ തീർച്ചയായിട്ടും ഇവിടെ വന്ന എല്ലാ മാതാപിതാക്കൾക്കും കുഞ്ഞുങ്ങൾക്കും ഐശ്വര്യം ഉണ്ടാവട്ടെ, എല്ലാവർക്കും സൗഖ്യം ഉണ്ടാവട്ടെ, എല്ലാ അസുഖങ്ങളും മാറി തീരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നല്ലൊരു ക്ലാപ്പ് കൊടുക്കാം അവിടെ. കാരണം നല്ലൊരു വ്യക്തിയായതിന്റെ ഒരു ഫലം അദ്ദേഹത്തിന്റെ കൈകൾക്കാണ് കിട്ടിയത് അല്ലേ, ലൈഫിന്. എന്ന് വെച്ചാൽ അദ്ദേഹം ചെയ്ത പ്രൊഫഷന് ഏറ്റവും നന്നായി സ്നേഹിച്ചതിന്റെ ഫലമാണ് ആൾക്കൊന്ന് അനുഭവിക്കേണ്ടി വരുന്നത്.